വിശന്ന് പൊരിയുന്ന പാലസ്തീനിലെ ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന എത്ര സുന്ദരമായ കാഴ്ച. വിശപ്പിൻ്റെ വേദന എന്താണെന്ന് വിശപ്പ് അനുഭവിച്ചവനെ മാത്രമേ അറിയൂ. ഒരാളെ പിന്നിൽ നിന്ന് കുത്തുന്നവനെ ഭീരുവെന്നും മുന്നിൽ നിന്ന് കുത്തുന്നവനെ ധീരൻ എന്നും വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭീരുക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ എന്ന ശിഖണ്ഡി രാജ്യം ഇവിടെ പലസ്തീനോട് ചെയ്തു കൂട്ടുന്നത്. പാലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ കാരുണ്യവും മനുഷ്യത്വപരവുമായ ചില തീരുമാനങ്ങളാണ് പാലസ്തീൻ ജനത ഇന്ന് അനുഭവിക്കുന്നത്. ഒരു പ്രമാദത്തിൽ പാലസ്തീൻ ജനത സ്വന്തം അതിർത്തിക്ക് മുന്നിൽ ഒരു ജനതയെ കാണുന്നു. അവരുടെ കണ്ണുകൾ കുഴിയിലാണ്ടുപോയിരിക്കുന്നു. വിശന്നൊട്ടിയ വയറുകൾ തടവിക്കൊണ്ടിരിക്കുന്നു. ഒരിറ്റ് വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞ ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന ചൊറിപിടിച്ച ചുണ്ടുകൾ എന്തോ പറയുവാൻ വെമ്പുന്നതുപോലെ വിറയ്ക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിനു പകരം ചോരയൊലിപ്പിക്കുന്ന കണ്ണുകളുമായി ഞങ്ങൾക്ക് തലചായ്ക്കുവാൻ ഒരിടം തരുമോ എന്ന് പാലസ്തീൻ ഭരണകൂടത്തോടും പാലസ്തീൻ ജനതയോടും അലറിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരു ജനത. അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബിയുടെ മഹത്വം പിൻപറ്റി ജീവിക്കുന്ന പലസ്തീൻ ജനതയും ഭരണകൂടവും അവരെ സഹർഷം സ്വാഗതം ചെയ്തു. ഇരു കൈ നീട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് വൃത്തികെട്ട നാറുന്ന ജനതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് വരവേറ്റു. പിന്നീട് അവർക്ക് ജീവിക്കുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ അവർക്ക് വിട്ടുകൊടുത്തു. അതാണ് പാലസ്തീൻ ജനത, അതാണ് പാലസ്തീൻ ഭരണകൂടം. പിന്നീട് വർഷങ്ങൾ പലത് കടന്നുപോയി. വിരുന്നുകാരുടെ ആമാശയത്തിൻ്റെ വിശപ്പ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരിക്കുന്ന രാക്ഷസ രൂപം സടകുടഞ്ഞെഴുന്നേറ്റു. കാഠിന്യമായ വിശപ്പ് കാരണം ചത്ത് മരവിച്ച് നാറിയ മുഖം പേറി വന്ന ഇവന്മാരുടെ മുഖം ഇന്ന് ക്രൂരമായി മന്ദഹസിക്കുന്നു. വിശന്നു വലഞ്ഞ വിറയാർന്ന കൈകൾക്കിന്ന് 1000 മടങ്ങ് ശക്തി പ്രാപിച്ചിരിക്കുന്നു. ആലുകൊടുത്ത പാലസ്തീൻ ജനതയുടെ തലകൾ ക്രൂരമായി ഇവർ വെട്ടിമാറ്റുന്നു. അതെ, കരുണയുടെ കണിക പോലുമില്ലാത്ത ഈ നാറിയ ജനതയെ, ഈ വൃത്തികെട്ട ജനതയെ നമുക്ക് വിളിക്കാം ഇസ്രായേൽ ജനത എന്ന്. സത്യത്തിൻ്റെ പാതയിലാണ് എൻ്റെ സഞ്ചാരം. ഇതിൽ നിങ്ങൾക്കും അണിചേരാം. ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.